സ്നേഹം നേടാനാ തിരുറൗളയിൽ ഒന്നു ചേരണം. ചൊല്ലി പിരിച്ചയക്കാനാണോ അതോ താൽക്കാലികമായിട്ട് മാറ്റിപ്പാർപ്പിക്കാനാണോ പറഞ്ഞത്? തൊലാക്കല്ലൊന്നും വേണ്ട, വീട്ടിൽ കൊണ്ടാക്കിയാൽ മതിയാ. ചെന്ന് ഭാര്യയോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോയിക്കോ, അൽഹിഖീബി അഹ്ലിക്കി, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, എൻ്റെ ഒപ്പം താമസിക്കണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിവരം വന്നിട്ടുള്ളത്. നേരത്തെ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു, സത്യം മാത്രം പറഞ്ഞ രണ്ടുപേര് അല്ലേ, മുറാത്ത് ബിൻ റബീഉൽ അംരി റളിയല്ലാഹു അൻഹു, ഹിലാൽ ഇബ്നു ഉമയ്യത്തുൽ വാഖിഫി റളിയല്ലാഹു അൻഹു. അപ്പോ ഇതേപോലെ അവരെ വീട്ടിലും ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഹിലാൽ ഇബ്നു ഉമയ്യത്തുൽ വാഖിഫി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഹിലാലിനോട് സഹവസിക്കരുതെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരാണെങ്കിലോ ഖിദ്മത്തിന് ഒരാളും ഇല്ല, വാർദ്ധക്യ സഹജമായില്ലേ എന്ന് പറഞ്ഞു. എനിക്ക് വല്ല ഖിദ്മത്തും ചെയ്തു കൊടുക്കാൻ പറ്റുമോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴപ്പമില്ല, ഖിദ്മത്ത് മാത്രം ചെയ്താൽ മതി, അടുത്ത് കൂടി കിടക്കേ അല്ലെങ്കിൽ തമാശകൾ വർത്തമാനം പറയുകയോ ചെയ്യരുത് ട്ടോ. അപ്പോ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, ഹിലാൽ ഇബ്നു ഉമയ്യയെ സംബന്ധിച്ച് വയസ്സായ മാബിഹി ഹർക്കത്തിൻ, അങ്ങനെ ഒരു ചലനൊന്നും അദ്ദേഹത്തിനില്ല, വയസ്സായ ആളല്ലേന്ന്. ഇവിടുന്ന് വരരുത്, കാണരുത്, സംസാരിക്കരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അന്ന് തുടങ്ങിയ കരച്ചിൽ ഇന്ന് വരെയും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാ കുഴപ്പമില്ല, ചിന്ത ചെയ്തോ, ഖിദ്മത്ത് ചെയ്തോ, കൂടെ കിടക്കുകയും ചെയ്യരുത് ട്ടോ എന്ന് പറഞ്ഞു വിട്ടയച്ചു. ഈ സമയത്ത് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് കുടുംബക്കാർ വന്ന് പറഞ്ഞു, ഇജ്ജിവിടെ ഇങ്ങനെ നിന്നോ, അവിടെ പോയി ചോദിച്ചപ്പോ കട്ടിയല്ലേ ഖിദ്മത്ത് ചെയ്ത് കൊടുക്കാൻ ആളെ കൊടുത്തത്, ഭാര്യയോട് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തോ, എല്ലാ ഖിദ്മത്തും ചെയ്തിട്ടോ, കൂടെ കെടുക്കരുത് എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊന്ന് പോയി ചോദിച്ചൂടെ, നീ ഒന്ന് ചോദിച്ചോക്കാ, അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തരാൻ മറ്റൊക്കെ ആളാവൂലേ. അപ്പോ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ മുറാത്ത് റബീഅ തങ്ങളൊക്കെ ഭാര്യമാർ പോയ മാതിരി എനിക്ക് പോകാൻ പറ്റില്ല, ഓലൊക്കെ വയസ്സായ ആൾക്കാരാ, ഞാനാണെങ്കിലോ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനാണ്, ഞാൻ ചെന്ന് ചോദിച്ചാൽ അതിന് മറുപടി എന്താ കിട്ടുക നിക്കറില്ല, ഞാൻ പോവില്ല. അതാണ് ഇനി പറഞ്ഞത്. ഉണ്ടോ, എന്റെ കുടുംബത്തിലെ ചിലർ എന്നോട് പറഞ്ഞു, നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ അനക്കൊന്ന് സമ്മതം ചോദിച്ചുകൂടായിരുന്നോ? ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള സമ്മതം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ കുടുംബക്കാരോട് പറഞ്ഞു, ലാ അസ്തഗ്ദിനു ഫിഹാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ സമ്മതം ചോദിക്കാൻ പോകൂല. എന്താ കാരണം? വമാ യുദിരീനി, എനിക്ക് അറിഞ്ഞുകൂടാ, മാദാ യഖൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി പറയാ. ഇദസ്തഗ്ദൻതു ഫിഹാ, ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ സമ്മതം ചോദിച്ചാൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. കാരണം എന്താ? വനറജുലുൻ ശാബുൻ, ഞാൻ യുവാവാണ്. ഇപ്പൊ വയസ്സന്മാരെ മാതിരി ആവൂലേ യുവാക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, മനസ്സിലാണ്ടോ? എപ്പോഴും തെന്നിപ്പോവാൻ സാധ്യത ഉണ്ട്. വയസ്സന്മാരെ മാതിരി ആവൂല, അങ്ങനെയാണ് കാരണം. അപ്പൊ അതുകൊണ്ട് യുവാക്കൾ എപ്പോഴും നല്ല പിടിച്ചു നിൽക്കണം, വേഗം ഏതിലും പോയി വീണു പോകാൻ സാധ്യതയുള്ളതാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ യുവാവായ മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ പോകൂല എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യനെയും കൊണ്ടാക്കി ഒറ്റക്ക് അങ്ങനെ കഴിഞ്ഞുകൂടി. പിന്നത്തെ 10 ദിവസം ഒരു മഖ്ലൂക്കും ഉണ്ടണില്ല, ഭക്ഷണം. അതെ, 10 ദിവസം ഒരു മനുഷ്യനുമില്ല. അതാനി പറഞ്ഞത്, ഇതേ അവസ്ഥയിൽ 10 ദിവസം ഞാൻ കഴിഞ്ഞുപോയി. ഭാര്യ അല്പനില്ല, ആരുമില്ല, മിണ്ടണമില്ല, അങ്ങാടി പോയിട്ട് കാര്യമില്ല, ഇങ്ങനെ പോകുന്നു വരുന്നു, ഒരാള് പോലുന്നില്ല, ഒന്ന് സഹകരിക്കാനില്ല. ഏതായാലും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോ 40ഉം 10ഉം 50 ദിവസമായി. അങ്ങനെ 50 ദിവസമായി മാറ്റി നിർത്തലിന്. 50 ദിവസം. അപ്പൊ എത്ര? ഒരു മാസം
20 ദിവസമായി ഏകദേശം. അപ്പൊ നമ്മൾ ചോദിക്കും, ഒരു മനുഷ്യനോട് 3 ദിവസത്തിലേറെ മുണ്ടാതെ നിൽക്കാൻ പാടുണ്ടോ? ഇവിടെ 50 ദിവസമായിട്ട് മുണ്ടിയിട്ടില്ലല്ലോ. സലാം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയോ? മടക്കിയോ? മുപ്പരിങ്ങനെ നോക്കും, ചുണ്ടേറ്റ അനങ്ങുണ്ടോ? ഉറക്ക പറയലുണ്ടല്ലോ. നമ്മളിപ്പോ ഒരാളോട് മുണ്ടണില്ല, ഓനൊന്ന് ബോധ്യപ്പെടുത്താൻ, മുണ്ടൂല എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, പക്ഷെ പേടിണ്ടാവും സലാം മറക്കാത്തില്. അപ്പൊ എന്താ സലാം അടക്കണ്ട, പക്ഷെ ഓൻ കേൾക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടോ വെച്ചിട്ടിങ്ങനെ നോക്കി ചുണ്ടേറ്റ അനങ്ങുണ്ടോ? അനങ്ങണില്ല. നിസ്കരിച്ചപ്പോ ഇങ്ങനെ നോക്കി ഇന്നേറ്റ് നോക്കുന്നുണ്ടോ? അപ്പൊ നോക്കും, പക്ഷെ എന്താവില്ല, ഞാൻ നോക്കിയാ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഉണ്ടാവില്ല. ഒരാളും മുണ്ടില്ലേ, ഭാര്യ മുണ്ടാൻ പാടില്ല എന്നാക്കി. അപ്പൊ അത് തെറ്റല്ലേന്നാ, അത് തെറ്റല്ലേ? 3 ദിവസത്തിൽ കൂടുതൽ മിണ്ടാതെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഏതാ? ദീനിയായ കാര്യം കൊണ്ടാണ് എങ്കിൽ അവിടെ നിന്നും പറ്റുന്നതാണ്. 3 ദിവസം ഒരാൾ നിസ്കരിക്കണില്ല, നിസ്കരിക്കൂല, ഒറ്റ വക്കത്തും ഞാൻ നിസ്കരിക്കൂലാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ നിസ്കാരം, നിങ്ങൾ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിച്ചൂലാറുണ്ട്. ഓന്റെ കഥ കഴിഞ്ഞു എന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞേക്കണത്, ഓർമ്മല്ലേ? ഓന്റെ കഥ കഴിഞ്ഞു എന്നാ. ഇനി പോകാൻ മുടക്കണോ? എന്നാ നിസ്കാരമൊക്കെ തുടങ്ങി ഷാത്ത് കലിമൊക്കെ ചൊല്ലിയിട്ട് വരണം, എല്ലാം മടക്കട്ടോ എന്ന് പറഞ്ഞു. ഒരു കുഴപ്പം ഉണ്ടാവൂല. അതുകൊണ്ടാണ് എന്താവുന്നത്, അങ്ങനെയാണ് നമ്മള് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ വിദേഹത്തുകാരോട് സലാം പറയരുത് പറഞ്ഞത് എന്തുകൊണ്ടാ? നമ്മള് സലാം പറയുമ്പോ ഇന്നിപ്പോ കുഴപ്പമൊന്നുമില്ല, ഉണ്ട് ഇപ്പൊ അയാളിനോട് സലാം പറയോ, മടക്കോ? ഇക്കൊരു കുഴപ്പമില്ല എന്നല്ലേ മനസ്സിലായത് എന്നാണ്. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്റെ എന്നാണോ ഇതിന്ന് മടങ്ങണ്, അതുവരെ ഞങ്ങൾ സലാം ചൊല്ലൂല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നുവെച്ചിപ്പോ വേറെ ലോകങ്ങളെ കാണാൻ പാടില്ല, അയൽവാസിയാണെങ്കിൽ മുണ്ടാൻ പാടില്ല, അങ്ങനൊന്നും അർത്ഥമില്ല. ചില ആൾക്കാരൊക്കെ ചോദിക്കലതാ. അപ്പൊ അങ്ങ് ബാക്കി കാര്യമൊക്കെ പറ്റൂലേ? അവൻ്റെ അടുത്ത് പൈസ കടം വാങ്ങാ, അങ്ങോട്ട് കൊടുക്കുക, അവൻ്റെ വണ്ടി പോവാ, അതും ഇതും ഒന്നാ. നമ്മൾ എത്ര ആൾക്കാരെ ജോലി ചെയ്യുന്ന പോലൊക്കെ നമ്മളെ പള്ളി കൂടെ നിസ്കരിപ്പിക്കും നമ്മള്, അല്ലെ ഓല അവിടെ പോയി നമ്മൾ നിസ്കരിക്കും? ഇല്ലല്ലോ. ഓല ദേവാലയത്തിൽ പോകും, നമ്മളെ ദേവാലയത്തിൽ പോകും, അത്ര തന്നെ ഉള്ളു. അപ്പൊ ഒരു സാമൂഹ്യ ബന്ധത്തെ ദീനിയായ ബന്ധത്തോട് അടുപ്പിക്കാൻ പാടില്ല, അതോടുകൂടി കൂട്ടിക്കലർത്താൻ പാടില്ല. അത് വേറെയാണ്, ഇത് വേറെയാണ്. ഇപ്പൊ നമുക്കിത് വേഗം മനസ്സിലാവൂല. സ്വഹാബത്തെ കിറാം റളിയല്ലാഹുവിന്റെ കാലത്ത് ഇത് വേഗം മനസ്സിലാവും. എന്തുകൊണ്ട്? അവർ ചിലപ്പോൾ മുസ്ലിം ആയിട്ടുണ്ടാവും, അവരെ ഉമ്മ മുസ്ലിം ആയിട്ടുണ്ടാവില്ല, ഉപ്പ മുസ്ലിം ആയിട്ടില്ല, അങ്ങനെ പലരും ഉണ്ട്. എൻ്റെ ഉമ്മ മുസ്ലിം ആയിട്ടില്ല, ഉമ്മ വന്നിട്ടുണ്ട്, ഉമ്മയാണ് അഫാസുലും ഉമ്മയും, എൻ്റെ ഉമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ടുവരട്ടെ, ചേർക്കട്ടെ. അപ്പൊ പറഞ്ഞു, സിലി ഉമ്മക്ക്, നിന്റെ ഉമ്മയോട് നീ ചേർന്നോ, കൊണ്ടോന്നോ, ശുശ്രൂഷിച്ചോ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ല? മുസ്ലിമാകാത്ത ഉമ്മാനെ പരി കൊടുന്നിട്ട് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്ത് നോക്കി വളർത്ത മകനല്ലേ, മകളല്ലേ, ഇവൻ മുസ്ലിമായി ഇവള് മുസ്ലിമായി എന്നതുകൊണ്ട് നോക്കണീനും കൊടുക്കണീനും തടസ്സമൊന്നുമില്ല. നമ്മൾ ഒരു ബന്ധം പാടില്ല എന്ന് പറയണ്ടാന്ന്. സാമൂഹ്യമായ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ അതിനൊന്നും വിരോധമൊന്നുമില്ല എന്ന്. പിന്നെ ഏതായാലും 50 ദിവസവും മിണ്ടാതെ പോയി. അപ്പോത്തിന് എന്തായിക്കണ അറിയാ? മനുഷ്യന്റെ മനസ്സ് മുഴുവനും കരഞ്ഞ് 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 തീർന്നു. ആരായി മുണ്ടാ നിന്നിട്ടുള്ളത്? ഇന്നിപ്പോ അതൊരു വിഷയമല്ല കേട്ടോ. ഓണ്ട് പോണാട്ട് പോലെ എത്ര ആളുണ്ട് ചോദിച്ചു. അല്ലെ ഇവിടെ ഓരോരുത്തരും ഉണ്ടാകാൻ അപ്പുറത്ത് സ്വീകരണം കിട്ടിയിട്ടുണ്ടാവും. അന്നതല്ലല്ലോ, അന്ന് എന്നല്ല എന്നും അതല്ല. ഇപ്പൊ നമ്മളെ ഉസ്താദുമാരോ മാതാപിതാക്കളോ ഞാൻ എന്നോടൊന്നും പറയില്ല, എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ സങ്കടങ്ങോട് സങ്കടമായിരിക്കണം. ആരായി പറയണത്? ആരായി പറഞ്ഞ? മാതാപിതാക്കൾ പറഞ്ഞാൽ തൻ്റെ ആരാ? സ്വർഗവും നരകവും അല്ലേ? സ്വർഗം കിട്ടുന്ന ആൾക്കാരാണ് പറഞ്ഞത്. ഞാൻ എന്നോട് ഞാൻ മുണ്ടില്ല, പിന്നെ എങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പോവാ? അപ്പൊ അവരാ കവാടം കിടക്കാതെ സ്വർഗത്തിൽ പോവില്ല. വേജാറും വേദനയും വേണം. മാതാപിതാക്കൾ എപ്പോഴും അങ്ങനെ തന്നെ. അതേപോലുള്ള ആളുകൾ പറയുമ്പോ വ്യസനവും വേജാറും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. ആ പാട്ടി പായിപ്പിച്ച ഓഫീസിൽ കിടന്നുണ്ടെങ്കിൽ കൊണ്ട് അറിയും. ഇങ്ങനെയാണ് അവസ്ഥ ഉള്ളത്. അത് പറ്റൂല, പറ്റൂല. ബേജാറുണ്ടായിരിക്കണം എന്നാ. അപ്പൊ ഇവർ ഈ ബേജാറും വിഷമവും പ്രയാസവും ഏറ്റ് ഇങ്ങനെ എത്ര ദിവസം പോയി? 50 ദിവസം. അതാ 50 രാത്രി. ഞങ്ങളെ സംസാരങ്ങൾ വിരോധിക്കപ്പെട്ട ശേഷം 50 ദിവസം കഴിഞ്ഞ്. അപ്പൊ പിന്നെ ഇനി എവിടെ പോയിട്ടും കാര്യമില്ല. അങ്ങനെ ഞാൻ സുബഹിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയാ പറഞ്ഞ 51-ാമത്തെ ദിവസം, 50-ാമത്തെ ദിവസം. 50-ാമത്തെ ദിവസം
പിന്നെ ആണ്ട് പോയിട്ട് കാര്യമില്ല, ആരും ഉണ്ടെന്ന് ഞാൻ പറയണില്ല. അപ്പം എന്ത് ചെയ്ത് വീട്ടിലിങ്ങനെ കയറിയിട്ട് ഉയർന്ന സ്ഥലത്ത് സുബൈസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുക. അല്ല ലഹരി ബൈത്തിമിമ്പുയൂത്തിന, നമ്മളെ വീട്ടിന്റെ മുകളിലെ റൂമിലെ ഒരു റൂമിലെയോ ഉയരുള്ളൊരു ഭാഗത്തെ ഉണ്ടോ. ഞാൻ ആ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. ഏതാ അവസ്ഥ? ഇവരുടെ ഈ മാനസിക വിഷമത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞു കേട്ടോ, അല്ലത്തി ദക്കറല്ലാഹു തആല മിന്ന, ഞങ്ങളുടെ ഈ അവസ്ഥയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു കേട്ടോ. എന്താ പറഞ്ഞത്? ഇനി സൂറത്ത് തൗബയുടെ ആയത്തിന് ശേഷം വരണ്ട്. പിന്നെ വിശാലമായ ഭൂമി ഉണ്ടെങ്കിലും ഓൽക്കത് കുടുസായി തോന്നി, ഒരു അപരിചിത നാടായി മാറി. അതാണ് എന്റെ നഫ്സ് എന്റെ മേൽ കുടുസായിട്ടുണ്ട്, എനിക്കെന്നെ ഞാൻ എവിടെ നിൽക്കണെന്ന് അറിയാത്തൊരവസ്ഥയായി. വിശാലമായ ഭൂമിയായിരിക്കെ എന്റെ മേൽ ഭൂമി കുടുസായി. അങ്ങാടി പോകുന്നുണ്ടോ? ഇല്ല. പള്ളി പോകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവിടെ ഒന്നും ഒരു സമാധാനമില്ല. അപ്പൊ പോകാൻ കഴിയണില്ല. ചില ആളുകള് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടായ ഒരു അറ്റിരുത്താണ് കാരണം പെരിയില് ആകെ അന്താളിച്ച് ചടഞ്ഞ് പിന്നെ കുളിയില്ല, നനയില്ല, ഒന്നുമില്ലാതൊരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് പോകും. ഇവർക്ക് പിന്നെ നിർവാഹമില്ല, അങ്ങനെ ആവല്ലാതെ. ോ അപ്പോഴാണ് എന്താവുന്നത്? ഒരു ശബ്ദിക്കുന്ന ആളുകളെ ശബ്ദം ഞാൻ കേട്ടു. മദീന ഷരീഫിലെ തൊട്ടടുത്ത കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. നോക്കിയതാ 50ാമത്തെ രാവിലെ ഉണ്ടോ. അയാൾ അയാളുടെ ഉച്ച സൗണ്ടിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. നല്ല സൗണ്ടുള്ള ആളുകളാണ് കരന്നേ. അല്ലെങ്കിൽ ആവശ്യത്തിന് സൗണ്ട് വേണേ, അനാവശ്യത്തിന് സൗണ്ട് ഉണ്ടാവാനും പാടില്ല. ആവശ്യമുള്ള പറയുമ്പോ നമ്മൾ സംസാരം വലിയൊരു അതാവത്തല്ലേ. നമ്മളൊരു കാര്യം പറയുമ്പോ, പ്രത്യേകിച്ച് അധ്യാപകര് വിദ്യാർത്ഥികള് ഒക്കെ പറയുമ്പോ എന്തായിരിക്കണം? സ്പഷ്ടമായി പറയണം. ഓരോരോ അക്ഷരങ്ങൾ ഇങ്ങനെ മുറിഞ്ഞു വീഴണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം എങ്ങനെയാ? ഇതിനാണ് അഫ്സഹ് അറിയാം, സാഹിത്യം. ഓരോന്നും വേർതിരിച്ചിങ്ങനെ കേൾക്കാൻ കഴിയും, എണ്ണി പെറുക്കിയെടുക്കാൻ കഴിയും അക്ഷരങ്ങള്. അങ്ങനെ സംസാരിക്കാം. അങ്ങനെണ്ടാവും ചില ആളുകള്. അതിലൊന്നും എഡിറ്റ് ചെയ്യാണ്ടാവില്ല. ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ഖുദ്ദസ സിർറു, ഇവർക്കൊക്കെ അറിയക്കാരൻ, നിങ്ങൾ പലർക്കും അറിയക്കാരൻ. KT മാനു മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ പിന്നെ പഴയ കാലത്ത് മലയാളം ശരിക്കും കൃത്യമായി വായിക്കാൻ അറിയുന്ന ഒരാളാണ്. അവര് ആ ദാർനജാത്തിന്റെ പുറത്തുള്ള ആ പേടിയിൽ അവിടെ വന്നിട്ട് അങ്ങാടിയിൽ നിന്ന് എല്ലാവർക്കും പത്രം ഇങ്ങനെ വായിച്ചു കൊടുക്കും. അത്ര ഞാൻ ഒരുപാട് പ്രഭാഷണം ഉണ്ട്. പ്രസംഗവും എഴുത്തും കവിയാണ്, ഭയങ്കര അറബി കവിയാണ്, എല്ലാ കവിയും ചെയ്തു. അപ്പോ സംസാരവും പിന്നെ എഴുത്തും ഒക്കെ ഒരേ ഭാഷയിലാണ്. നമ്മളിജ്ജ് കൊടുക്കാന്ന് ചോദിക്കും, ഇവരങ്ങനെ ചോദിക്കൂല. ഇവരാ പറയുന്നങ്ങനെ അവരുടെ ആ സ്വഭാവങ്ങൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിങ്ങനെ പറഞ്ഞിങ്ങനെ വെവ്വേറെ ഇങ്ങനെ കേൾക്കും ചെയ്യും. അത്ര നല്ല സ്പഷ്ടമായ സംസാരം. അതൊരു വലിയ പ്രത്യേകതയാണ്. നമ്മളെന്തേ പറഞ്ഞു പിന്നെയും ചോദിക്കണം, എന്തേ അറിഞ്ഞു മനസ്സിലായില്ല, പിന്നെയും പറഞ്ഞെന്തേ. അങ്ങനെയാണ്. അങ്ങനെയല്ല. അപ്പൊ ഈ വലിയ ശബ്ദമുള്ള ആളുകളായിരുന്നു. അപ്പൊ കുന്നിന്റെ കയറിയിട്ട് വിളിച്ചു പറയണേ. വിളിച്ചു പറയുന്നത് എന്താ? വിളിച്ചു പറയുന്നത് യാ കഅബ് ഇബ്നു മാലിക്കിൻ അബ്ശിർ, കഅബ് ഇബ്നു മാലിക്കേ സന്തോഷിച്ചോളൂ. അതാ വെളിയാളം കേൾക്ക്. ഇവരിങ്ങനെ വീട്ടില് സുബൈസ്കെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇനിയിപ്പോ ഒടുക്കു പോയിട്ട് എന്താ കാര്യമില്ല, ഒരു മനുഷ്യനും മുണ്ടുമില്ല. അതിലാണ് ഈ വിളിയാളം കേൾക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് സുജൂദിൽ വീണു. എന്തിനാ സുജൂദ് ചെയ്ത്? ആ സുജൂദ് എന്ത് സുജൂദാണേ? കാരണം ഞാനിപ്പോ ശുക്രിന്റെ സുജൂദ. ശുക്രിന്റെ സുജൂദ് ചെയ്യൽ രണ്ട് കാര്യത്തിനാ. ഒന്ന് ഹുദൂസു നിഅമത്തിൻ, ഒരു പുതിയ അനുഗ്രഹം കിട്ടുക. ഇതുവരെ ഇല്ലാത്തൊരു അനുഗ്രഹം. പെട്ടെന്നൊരാളിനോട് നിങ്ങൾക്ക് 1,00,000 ഉറുപ്പിക ഉണ്ട്, ഇതാ എന്തിനുള്ള ചോദിച്ചു. അത് നിങ്ങൾക്ക് സംഭാവനയാണ്. അയാളാണെങ്കിലോ ഒരു ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടാണ്. ഞാൻ എല്ലാവർക്കും വേഗം തിരിയാൻ വേണ്ടി 1,00,000 എന്ന് പറഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. അൽഹംദുലില്ലാ. ഉടനെ ശുക്രിന്റെ സുജൂദ് ചെയ്യണം. മനസ്സിലാവുണ്ടോ?
അതേപോലെ രണ്ടാമത്തേത് അവിന്തിഫായി നിക്കമത്തിനെന്ന് ഒരു വിഷമം, നമ്മൾ ഒരു തലനാരിഴക്ക് രക്ഷപ്പെട്ടു, പെട്ടെന്ന് നമ്മൾ വണ്ടി വന്ന് ഭാഗ്യത്തിന് ഇങ്ങോട്ട് വെട്ടിച്ച് കിട്ടി. നമ്മളും അറിഞ്ഞില്ല, അവരും പറഞ്ഞില്ല, ഒരു കുഴപ്പമുണ്ടായില്ല. ഉടനെ ശുക്രനെ സുജൂദ് ചെയ്യണം. ശരി, നമ്മളതിനിപ്പോ എന്താവും? അപ്പം ഞാൻ അഥവാ ശുക്രൻ സുജൂദ് ചെയ്യണേ അവിടെ തരും, എവിടെ ഒതുർക്കാൻ സ്ഥലം? ഒതുമായിട്ട് നമ്മൾ നടക്കുമല്ലോ, നടക്കുമോ? നടക്കൂലേ? നമ്മളെ അറബി സഹോദരന്മാർ പ്രത്യേകിച്ച് അല്ലേ, നമ്മൾ ശ്രദ്ധിച്ചാൽ നടക്കൂട്ടോ, പ്രശ്നമൊന്നുള്ളതല്ല. നമ്മളിപ്പോ യാത്ര പോകുമ്പോൾ ഒതെടുത്ത് പോയാൽ പോരെ, ഒരു പണിയില്ല, മുറിയാതെ സൂക്ഷിക്കാൻ കഴിയും. ഇന്നിപ്പോ അതിനുള്ള ഇഷ്ടംപോലെ സംവിധാനങ്ങളല്ലേ, പള്ളികളും സൗകര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, യാത്രക്ക് പോകുമ്പോൾ എല്ലാ ജോലിക്കും പോകുമ്പോൾ നടക്കും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. എന്നാലും പറ്റുമ്പോ നമ്മൾ ശ്രദ്ധിച്ചൂടെ? ഏത് സമയത്തും നമ്മളെന്ത് പറയും, ഒതുവടെ തരും, എന്നിട്ട് പള്ളിയിലേറ്റ നിർത്തി നിസ്കരിക്കാൻ വെക്കാം. ചിലപ്പോൾ യാത്രന്റെ കറക്റ്റ് ചെയ്ത് അപ്പൊ എന്നിട്ട് മൂത്രപ്പര ഇങ്ങനെ തെരഞ്ഞെടുക്കും, എന്നിട്ട് ഇത്തി കൂടി പോയി അയിക്കൂടി പോയപ്പോൾ ഇവിടെ ജമാഅത്ത് സലാം കിട്ടിയിട്ടുണ്ടാവും, ആ ജമാഅത്തും മുടങ്ങി. എന്തിനാ പിന്നെ അവിടെ നിർത്തിയത്? അവനാ പോണത്ത് പോയാൽ പോരെ. അപ്പൊ ഇത് ഓൾറെഡി ഉണ്ട് എന്ന് വെക്കുക. എന്നാ ചെയ്യാ, വേഗം കേറ് അല്ലാഹു അക്ബർ. എന്നിട്ട് നമുക്ക് പുതുക്കാൻ അവസരമുള്ളോടാണ് നിൽക്കുക. നല്ല സൗകര്യമുള്ള ബാത്റൂമോ ഒതുക്കാനൊക്കെ സൗകര്യമുണ്ട്, എന്നാ ഒതു വീണ്ടൊന്ന് പുതുക്കണം. അപ്പൊ ചില ചോദിച്ചു, മൂലരെ ഒതുടുത്തിട്ട് ഞങ്ങൾ മൂത്രമൊഴിക്കാൻ പോണു, അല്ല നിസ്കാരം കഴിഞ്ഞിട്ടാ മൂത്രമൊഴിക്കാൻ പോണു ചോദിച്ചോട്ടെ, എന്താ നമുക്ക്? പലരും ചോദിക്കും. അതെ, അത് ഈ അറബികളിൽ നിന്ന് പകരുന്ന ഒരു സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട ശൈഖൻ അങ്ങനെയായിരുന്നു. എവിടെയെങ്കിലും ഒതു എടുക്കുകയാണെങ്കിൽ അപ്പൊ അവിടുന്ന് പിന്നെ ബാത്റൂം പോവാന്ന് പറയലില്ല, ഒന്ന് ഒതു പുതുക്കണം എന്നാ പറയാം. ഉളോ പുതുക്കണം എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഉളോ പുതുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. എന്ത് ചെയ്യാണ്ട് മുത്രയ്ക്കാൻ പറ്റുന്ന സംവിധാനം സൗകര്യം കൊടുക്കുക. അത് കഴിഞ്ഞാൽ എന്നാ ഒന്നൊന്ന് പുതുക്കലേ അറിയാം. അപ്പൊ എന്തിനാ അടുത്ത മുസല്ല കൊണ്ടേയിടാനാണ്. അല്ലെങ്കിൽ ചോദിച്ചു ഒന്നെടുത്തുകാണ്ട് വന്നു കാണും ചോദിച്ചു കെബില എവിടെയായിരുന്നു. അപ്പൊ മുസല്ല ഇട്ടിട്ടുണ്ടാവില്ല, പേർക്കാർക്ക് അറിയില്ലേക്കാറില്ല. കെബില എവിടെ കെട്ടാണ് കാര്യം. ഞാൻ രണ്ടരക്കാരൻ നിൽക്കരിക്കട്ടെ കാരണം അപ്പം എന്താ പോവാ, മുണ്ട അവിടെ നിലത്താണ്ടിടും. മുസല്ല ചോദിക്കൊന്നുമില്ല, ആ നിലത്ത് മുസല്ല മുണ്ടാണ്ടിടും, ആണ് നിസ്കരിക്കും. രണ്ടരക്കാരൻ നിസ്കരിച്ചിട്ടേ പോകുള്ളൂ. ഏത് സമയത്തും അതൊക്കെ ശ്രദ്ധിക്കൽ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ്. ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു അറിയില്ല, ബിലാൽ മുഅദ്ദിൻ കേട്ടില്ലേ റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. പിന്നെ മുഅദ്ദിനായപ്പോൾ എന്ത് പേരിട്ട്? ബിലാൽ മുഅദ്ദിൻ എന്നായി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബിലാൽ എവിടെ വരികയാണ് എന്തേ ചോദിച്ചു. ഞാൻ സ്വർഗം കാണാൻ പോയപ്പോ എന്റെ മുമ്പിൽ ചെരുപ്പിട്ട് പോണ ഒരു ഒച്ച ഇങ്ങനെ കേട്ടല്ലോ എന്ന്. ഞാൻ ഈ ഹദീസ് പറയുമ്പോൾ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട്, ഒരു ഉസ്താദിന് തൻ്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള ഒരു ബോധങ്ങൾ ആലോചിച്ച് നോക്കിയെന്ന് പറയലുണ്ട്. ഹദീസിന്റെ അകക്കാമ്പ് അവിടെയാണല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ പോയപ്പോ ബിലാൽ നടന്നുകൊണ്ട് കണ്ടിട്ടില്ല. എന്തേ കണ്ടുള്ളൂ, കേട്ടുള്ളൂ? ചെരുപ്പിന്റെ ഒച്ച. അത് ബിലാലിന്റെ ചെരുപ്പിന്റെ ഒച്ചയാണല്ലോ. അപ്പൊ തന്റെ ശിഷ്യൻ ചെരുപ്പിട്ട് പോകുമ്പോ ഏത് സൗണ്ട് ഉണ്ടാല്, അത് ബിലാലാണെങ്കിൽ ഏതാണ്, ത്വൽഹത്താണ് ഏതാണ്, ഉമറാണെങ്കിൽ ഏതാണ്? ഈ ചെരുപ്പിന്റെ ഒച്ച പോലും ആര് ഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്? അതാണ് തന്റെ മക്കളെ കുറിച്ച്. അത് മക്കളോട് പോഞ്ഞ് ആരാടാ, കുഞ്ഞുമോനോ കുഞ്ഞോനോ എന്നല്ല ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടിക്ക് വാപ്പാക്ക് പിന്നെ അത്രയോ ഓർമ്മക്കുള്ളൂ, തന്തായിട്ടൊന്നല്ലല്ലോ അപ്പൊ അത്. ചിലപ്പോ നെറ്റിന് കുഴപ്പമുണ്ടാവും കേട്ടോ, അത് പറ്റില്ല. ഞാൻ പറയണത് എന്താ പറയുക, നമുക്ക് അപ്പോ അതിന് ആളെ ഓർമ്മ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യന്റെ മനസ്സിൽ വലിയൊരു പിടുത്തുണ്ടാവും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ മുമ്പിലൊന്നും ചെരുപ്പിട്ട് നടക്കാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നാലും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്, ഊന്നെടുത്ത് കഴിഞ്ഞാല് 2 റക്അത്ത് നിസ്കരിക്കലുണ്ട്. അത് നിസ്കരിക്കാൻ ഞാൻ പുറത്തു പോകലില്ല. അത് മാത്രമാണ് ഒരു കൃത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു പോകുന്ന കാര്യം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിന്റെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗത്തിലും ചെരുപ്പിട്ടിയതേ. സ്വർഗത്തിൽ ചെരുപ്പിട്ട് പോവാൻ അവസരം കിട്ടിയെന്ന്. സ്വർഗത്ത് കടന്നു എന്ന് മാത്രമല്ല പറയണത്, അവിടെ ചെരുപ്പും കൂടി, അവിടുത്തെ ചെരുപ്പാണേക്കാരല്ലോ. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കാം. മൈന്യൂട്ടുകൾ ഇങ്ങനെയാണേക്കാരം, അതൊക്കെ വലിയ സംഭവമാണേക്കാരം. അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ ഇങ്ങനെ പോകുമ്പോ ആൾക്കാരെ ചെടിമെന്നൊരു എടുക്കും, തെങ്ങുമെന്നൊരു ഈർക്കൈണ്ട് ഒടിച്ചു. ചിലപ്പോൾ ആ തെങ്ങും തൈ എന്താവും, അവര് പോയിട്ട് വലിയ പിന്നൊക്കെ വെച്ചിട്ട് കെട്ടി ശരിയാക്കിയത് ഇവന്റെ ഒരു വലിയുണ്ടാവും, അതിന് പട്ടപ്പുറത്തേക്ക് പോന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അത് മതിയാവും മനുഷ്യന്റെ പാലം കിടക്കുമ്പോൾ കുടുങ്ങാനേ. നമ്മൾ ഓനോട് ചോദിച്ചാലോ ഓനോ ഈർക്കലെടുത്തിക്കണത്.
ചെറിയ കാര്യമാണെന്ന് പറഞ്ഞിട്ട് വരില്ല. ഓരോ സ്ഥലത്തെത്തും അതിന്റെ വണ്ണം കാണിക്കുന്ന അർത്ഥം. അപ്പോ ഉദുർത്ത് 2 റക്അത്ത് നിസ്കരിക്കുക, ഉദു എപ്പോഴും ദായിമാക്കുക, ഇതൊന്നും ചെറിയ സംഭവങ്ങളല്ല. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ടവർ ഉടനെ 2 റക്അത്ത് പിന്നെ ശുക്രിന്റെ സുജൂദ് അങ്ങോട്ട് ചെയ്തു. കാരണം 50 ദിവസത്തെ തടസ്സം അങ്ങോട്ട് നീങ്ങാണ്. അത് ആരിൽ നിന്നുള്ള തടസ്സ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നും സ്വന്തം ഇഷ്ടത്തിന് ചെയ്യൂല, അത് ഉറപ്പാണ്. അപ്പൊ പടച്ചോന്റെ ഭാഗത്ത് നിന്നായിരിക്കും. അതിന് ശുക്രിന്റെ സുജൂദ് ചെയ്തു എന്ന്, ശുക്രിന്റെ സുജൂദ് അങ്ങോട്ട് ചെയ്തു. ഒരു വിശാലത, ഇപ്പൊ ഉണ്ടായ പ്രശ്നത്തിൽ നിന്ന് ഒരു വിശാലത വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, സുബഹി നിസ്കാരം കഴിഞ്ഞേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിളംബരം ചെയ്തു. കഅബനെ പോയിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്. കഅബനെ കാണാനില്ലല്ലോ ഒന്ന് നിസ്കരിക്കാൻ, കഅബിന് മാലിക്കോടെ നിസ്കരിക്കാൻ കാണാനില്ലല്ലോ, സങ്കടം കൊണ്ട് വരായാണ് കാരണം വിളിച്ചോടുന്നതാണ് ഞാൻ. ഇതാണ്ട് കിട്ടിയ പാട് അങ്ങനെയല്ലോ, ഇങ്ങനെ ഉണ്ടാൻ പൂതിണ്ട്. പക്ഷെ എന്തുണ്ട്, നിയമം തെറ്റിക്കാൻ പാടില്ലല്ലോ. നേതാവ് ഒരു കാര്യം ആഹ്വാനം ചെയ്താൽ പിന്നെ അത് അംഗീകരിക്കുകയാണല്ലോ. അപ്പൊ അവരിങ്ങനെ എന്ത് ചെയ്യാം, ഓടിപ്പോയി. അതാ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നാസ ബിതൗബത്തില്ലാഹി അസ്സ വജല്ല അലൈനാ, ഞങ്ങളെ മേൽ തൗബ സ്വീകരിച്ച വിവരം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അറിയിച്ചു. എപ്പോ? ഹീന സ്വല്ലാ സ്വലാത്തൽ ഫജ്രി, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഫദഹബന്നാസു യുബശ്ശിറൂനനാ, അപ്പൊ ജനങ്ങള് ഞങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി പാഞ്ഞതാണ്. 3 പേരുണ്ടല്ലോ, ഓർമ്മയില്ലേ? കുറെ പേരോട് നിങ്ങൾ പൊയ്ക്കോളി നമുക്ക് ദ്വാരക്കാരനെ അയച്ചു. 3 ആളോട് എന്ത് പറഞ്ഞു? നിങ്ങൾ നീറ്റ് പൊയ്ക്കോളി, നിങ്ങളെ കാര്യം ആര് തീരുമാനിക്കട്ടെ? അള്ളാഹു തീരുമാനിക്കട്ടെ. ആ 3 ആളെ തെരഞ്ഞാണ് പിന്നെ പാച്ചില് കേട്ടോ. അങ്ങനെ ഞാൻ ഓടി വരുന്ന സംഭവം എന്റെ 2 കൂട്ടുകാർ, അഥവാ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു മുറാത്ത് റബീ റളിയല്ലാഹു അൻഹുവിന്റെയും അരികിലേക്ക് അവർ പോയിട്ടുണ്ട്. മുബശ്ശിറൂന, സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ട്. വറക്കല ഇലയ്യ റജുലുൻ, ഒരു മനുഷ്യൻ എന്റെ അടുത്തേക്ക് ചാടി വന്നു. റക്കലാന്ന ശരിക്കും ഇങ്ങനെ പിന്നെ മാനൊക്കെ ചാടി പോണ ചാടിപ്പോയ സ്പീഡിൽ പയണീന്ന് പറഞ്ഞാണ് കേട്ടോ. റക്കലായില്ലയ്യ. പിന്നെ റജുലുൻ, പിന്നെ അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരാളെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേക പിന്നെ ഖാദിമായിരുന്ന അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഓടി വന്നു. എങ്ങനെ വന്ന്? പർസൻ തന്റെ കുതിരത്തെ അങ്ങോട്ട് ഓടിച്ചു. അപ്പണ്ട് പിന്നെ അസ്ലം കബീലയിൽപ്പെട്ട മറ്റൊരാള് എന്റെ ഹംസത്ത് ഇബ്നു ഉമർ അസ്ലമി റളിയല്ലാഹു അൻഹു ആയിരുന്നു. കാരണം കിട്ടിയാലൊക്കെ പായല്ലത് പറയാന്. കുന്നിന്റെ മുകളിൽ കയറിയിരിക്കണ്. കാരണം തെരഞ്ഞിട്ട് കാണാനില്ലല്ലോ, എന്റെ ശബ്ദം കേട്ടാ വന്നോളിച്ചിട്ട് അവിടെ കുന്നിന്റെ കയറി കെട്ടിയിട്ട് വിളിച്ചു പറയാണ്. നേരത്തെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കുതിരനെ ഓടിച്ചു വന്നതിനേക്കാൾ സ്പീഡിലാണ് ശബ്ദം വന്നത്. ആദ്യം വിവരം കിട്ടിയത് അങ്ങനെയാണ്. ഏതായാലും പിന്നെ ശബ്ദം കേട്ട ആള് എന്റെ അടുത്ത് വന്നു. അതാരായിരുന്നു? ഹംസത്ത് ഇബ്നു ഉമർ അസ്ലമി റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്നോട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നു. അപ്പൊ മൂപ്പർക്ക് പിടുത്തം കെട്ടി ഞാൻ ശബ്ദം കേട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായപ്പോ നേരെ വന്നു. വന്നേക്ക് ഞാൻ എന്ത് ചെയ്തു? ഇത് മൂപ്പരോട് വന്നിട്ട് പറഞ്ഞു, നിന്റെ സൗബ സ്വീകരിച്ചു കൊണത്ര പടച്ചോനെ അന്നെ വിളിക്കുന്നുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറഞ്ഞു. നസഅതു ലഹു തൗബയ്യ, എന്റെ കസൗതുഹുമാ ഇയ്യാഹു ബിബുശ്റാഹു, എന്നെ സന്തോഷം അറിയിച്ചതിന്റെ പിന്നെ പാരിതോഷികമായിട്ട് ഞാൻ എന്ത് ചെയ്തു? അല്ല, സന്തോഷത്തിന് ഞാൻ എന്ത് ചെയ്തു? എന്റെ 2 വസ്ത്രങ്ങൾ അങ്ങോട്ട് ഊരിക്കൊടുത്തു. അപ്പൊ ഒരാള് സന്തോഷ വാർത്ത അറിയിക്കാൻ വരുമ്പോ എന്ത് ചെയ്യണം? അവർക്ക് പ്രസന്റേഷൻ കൊടുക്കണം, എന്തെങ്കിലും ഒന്ന് സമ്മാനം കൊടുക്കണമെന്നേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിച്ച വിവരം പോയി പറഞ്ഞപ്പോ അല്ലേ, അബൂലഹബ് ആ അടിമപ്പെണ്ണോട് നീ സ്വതന്ത്രയാകുന്നു പറഞ്ഞു. ഓർമ്മല്ലേ?
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വിവരം അബൂലഹബിന്റെ അടിമയാണ് അബൂലഹബിനോട് പറഞ്ഞു, നിങ്ങളെ ജ്യേഷ്ഠൻ അബ്ദുള്ളാക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു, നബിയാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല, അത് അംഗീകരിച്ചിട്ടുമില്ല. പക്ഷേ ജ്യേഷ്ഠനൊരു ആൺകുട്ടി ഉണ്ടായിക്കണേന്ന് പറഞ്ഞപ്പോ അറബികളെ സംബന്ധിച്ച് ആൺകുട്ടികൾ ഉണ്ടാവുക വലിയ അഭിമാനമാണ്. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു, ആ സന്തോഷം കൊണ്ട് പറയാൻ വന്ന പെണ്ണിനോട് പറഞ്ഞു, നീ സ്വതന്ത്രനായിട്ട് ഇജിഞ്ഞ് അടിമായി നിൽക്കണ്ടാർ. ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ചു. അതിന്റെ ഒരു ഗുണം അദ്ദേഹത്തിന് കിട്ടിയെന്ന് കിതാബുകൾ പറയുന്നുണ്ട്. സ്വർഗത്തിൽ വെച്ച്, നരകത്തിലാണെന്നാണല്ലോ, സ്വർഗത്തിലെല്ലാ തിങ്കളാഴ്ചയും 2 വിരലുകൾക്കിടയില് സ്വർഗത്തിലെ വെള്ളം ലഭിക്കുന്ന, അഥവാ നല്ല വെള്ളം ലഭിക്കും. താമസം നരകത്തിലാണെങ്കിൽ ഒരളവുണ്ട് അന്ന്. ആ ഒറ്റ സന്തോഷം കൊണ്ട് കേട്ടോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന ആയത്തിന്റെ തഫ്സീർ പരിശോധിച്ചാൽ ഞാൻ ഈ പറഞ്ഞ സംഭവം അവിടെ കാണും കേട്ടോ. ആരെങ്കിലൊക്കെ നോക്കണേ നോക്കിക്കോട്ടെ വെച്ചിട്ടാ ഞാൻ പറഞ്ഞത്. ഏതായാലും ആ ഓടിയ ആള് വന്നപ്പോ ഞാൻ എന്റെ വസ്ത്രം അയച്ച് അവർക്ക് അങ്ങോട്ട് കൊടുത്തു. ഈ അതീതൊക്കെ തെളിവെടിച്ചിട്ട് പറയുന്നുണ്ട്, ഇതേടാ സന്തോഷം കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. വല്ലാഹി, അപ്പൊ 2 വസ്ത്രം മാത്രം കൊടുത്തു, വേറെന്തെങ്കിലും കൊടുത്തുടേന്നോ? ഞാൻ അന്ന് വസ്ത്രത്തിനൊക്കെ തിരിഞ്ഞു കളഞ്ഞ് ജീവിച്ചൊരു സമയം. കാരണം ആർക്ക് വേണ്ടിയപ്പോ ഈ ഡ്രസ്സൊക്കെ ഇടണത്? എവിടേക്കും പോകാണ്ടെങ്കിലല്ലേ, എവിടേക്കും പോകാൻ വയ്യല്ലോ. അപ്പൊ എല്ലാം ഉപേക്ഷിച്ച് 2 വസ്ത്രങ്ങൾ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അതാ വല്ലാഹി മാ അംലികു ഗൈറഹുമാ യൗമൈദിൻ, അന്ന് ഈ 2 വസ്ത്രമല്ലാത്ത ഒന്നും എനിക്കുടമയിലുണ്ടായിരുന്നില്ല, വേറെ വസ്ത്രങ്ങളൊന്നുമില്ല. ഇനി പറയേണ്ടത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മഹാന്മാര്. അതുകൊണ്ട് ഇനി ശേഷം പറയേണ്ടത് മൂപ്പര തൗബ സ്വീകരിച്ചപ്പോ കുറെ മുതൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്നുമില്ലായിരുന്നു നേരത്തെ പറഞ്ഞ കളവല്ലേ, ഒന്നുമില്ലായിരുന്നു എന്നല്ല പറയണത്. എനിക്ക് ഈ 2 വസ്ത്രമല്ലാത്ത വസ്ത്രങ്ങളൊന്നും അന്ന് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ ആ 2 വസ്ത്രം കൊണ്ട് കൊടുത്തു തന്നെ ഉള്ള പുതിയത്. അങ്ങനെയാണല്ലോ ഇപ്പോഴും പുതിയത് കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖിനൊക്കെ അങ്ങനെയാണ്. പള്ളിയിലൊന്ന് താമസിക്കുമ്പോ മാറ്റാൻ ഡ്രസ്സ് കൊണ്ടു കൊടുന്ന വയസ്സാ മറ്റാരെയും കൊടുന്നച്ച പോലും പറയണ്ട, പനോട് പറയണ്ട, ടപ്പ് കൊടുക്കണ്ട, കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അറിയാം, കുളിച്ച് മാറ്റുമ്പോഴേ ഡ്രസ്സ് മാറ്റുമ്പോൾ കൊടുത്താൽ മതി എന്നാണ്. അപ്പൊ എന്താ പഴയതാണ് മാറ്റിയിട്ട് ഇതാ ഡ്രസ്സ് ഇവിടെ കൊടുന്നു വന്നിട്ട് അന്നാണ്ട് കൊടുത്താല് അപ്പൊ അതുണ്ടു. അതല്ല, ഇടിനീന് മുമ്പ് ആരെയും വന്നിട്ട് എനിക്ക് ഡ്രസ്സ് എന്തെങ്കിലും വേണമെന്നാണ് ആ പൊതിയെടുത്ത് കണ്ടാണ്ട് കൊടുക്കും ചോദിച്ചു. അപ്പൊ പിന്നീടാൻ ഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പൊ ആ സ്വഭാവമുണ്ട്. എന്താ കണ്ടതാണ്ട് കൊടുക്കും. അപ്പൊ ഈ മാറ്റണീന്റെ മുമ്പ് കിട്ടിയാ കൊടുക്കും. അപ്പൊ മുമ്പ് ഏൽപ്പിക്കണ്ടെന്ന് പറയും. ഒന്നല്ല, ഓലിപ്പോ ആ ഡ്രസ്സ് തന്നെ പിന്നീടണ്ടെന്ന് ചേട്ടല്ല, കൊടുക്കണേനോൽക്ക് എതിർപ്പൊന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെയാണ് എടുത്തോണ്ടാ പറയുമ്പോ എടുത്തോണ്ട് കൊടുക്കുമല്ലോ. ഏതാ പുതിയ ചപ്പ കൊടുന്നു കൊടുക്കും. അങ്ങനെയാണ് അൽഹംദുലില്ലാ. അപ്പോ വേ ഊരിയിട്ടാണ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വസ്താർത്ഥ സൗബൈനി, എന്നിട്ട് എന്ത് ചെയ്തു, വെള്ള വസ്ത്രം ഊരി കൊടുത്തില്ലേ. എന്നിട്ട് 2 വസ്ത്രം വായ്പ വാങ്ങി, പെരീക്ക് പോണ്ടേ, ഇരിക്കുന്നോടത്ത് വസ്ത്രം വാങ്ങാനൊക്കെ പോണ്ടേ. അതുകൊണ്ട് നീ പല ബിസ്തുഹുമാ, വായ്പ വാങ്ങിയ 2 വസ്ത്രങ്ങൾ ഞാൻ ധരിച്ചു. വന്ദലത്തു അത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പുറപ്പെടുകയും ചെയ്തു. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാൻ പറഞ്ഞാണല്ലോ. അപ്പൊ പോയി കേട്ടോ. യതലഖാനിന്നാസു ഫൗജൻ ഫൗജാ, നേരത്തെ കാണുമ്പോ എല്ലാരും മാറലായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് യതലഖാനി എന്ന എന്നെ നേരിട്ട് അഭിമുഖീകരിച്ചു. അന്നാസു, ജനങ്ങൾ, ഫൗജൻ ഫൗജൻ, സംഘമാറ്റി. എവിടെ വരി എല്ലാരും തെരഞ്ഞു പോയിട്ട് എന്നെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോവാണ്. എവിടേക്കാ പിടിച്ചോണ്ടോണേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളരികിൽ. ഫൗജൻ യുഹന്നിഊനനി ബിത്തൗബ, അവരൊക്കെ തൗബ കൊണ്ട് എന്നോട് സന്തോഷ വാർത്ത അറിയിക്കുക. നിങ്ങളെ തൗബ സ്വീകരിച്ചു കൊണ്ടാ, നിങ്ങൾ ഇപ്പൊ സുബൈസ്കേച്ചിന് ശേഷം പറഞ്ഞിന്ന് ഞങ്ങളോട്. ഓരൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, സന്തോഷമേ സന്തോഷം, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചുക്കണേ എന്ന് പറയുന്നുണ്ട്. മസ്ജിദ, അപ്പൊ പള്ളിയേക്കും എത്തിയില്ല, അതിനുമ്പേനെ സ്വീകരിക്കാൻ ആളുകൾ ചെന്നിക്കണേ. ഗേറ്റിന്റെ അടുക്ക് പോഞ്ഞല്ലേ അല്ലേ? ഇപ്പൊ പുതിയാപ്പളിനൊക്കെ JCB കൊടുന്ന് ഇറക്കല. മുമ്പ് എങ്ങനെയുള്ളത് നമ്മളെ വീട്ടിൽ എത്തുന്നതിന് നമ്മളെ തേടി പോവില്ലേ? എന്തെങ്കിലും മുണ്ടാത്തെന്താ?
തേടിപ്പോകും. എന്നിട്ട് അറിയാം ഞങ്ങൾ ഇവനെ കൊണ്ടുപോകാമെന്നാണ് അവർ രണ്ടുപേരും മാറ്റിയിട്ട് അവിടെ എത്തുമ്പോൾ ഗേറ്റിന് അവിടെ എത്തനയിൽ അടക്കുന്നാവും. മിക്കവാറും നടന്നൊക്കെയാണ് പോരാണ്ടാവുക. എന്നാലും ഇനി വണ്ടി ഇറങ്ങിയിട്ടാണെങ്കിലും രണ്ടാള് പോഞ്ഞു പോകും. പുതിയാപ്പിള വന്നിട്ടുണ്ട് എന്ന് വിളിച്ച് പറയാൻ സാധനമില്ല അന്നേ. എൻ്റെ ചെറുപ്പത്തിലെ കഥ ഇപ്പം ഞാനീ പറഞ്ഞു. എന്നിട്ടുണ്ടാവും നാരങ്ങളുടെ അടുത്തേക്കും, നാരങ്ങളെ കുപ്പിയിലാക്കി അതെ, എന്നിട്ട് അതിന് കൊടുക്കും കുറ്റങ്ങളൊക്കെ ഇരുത്തിയിട്ടേ. ഇപ്പോഴോ ഇപ്പൊ ഇറങ്ങി ഞങ്ങളെ ലേശം വഴി തെറ്റി, ഇനിയിപ്പോ എങ്ങനെയാണ് കിടക്കപ്പെടേണ്, കൂളടിച്ചിട്ട് കിട്ടണില്ലാന്ന്. എന്നാ പാടത്തിന്റെ അക്കരെ കൂടി തിരിച്ചു കിടാനെ വരണം. എന്നിട്ട് അങ്ങനെ നടക്കണ തെറ്റ്. ഓരോരോ കാലം പോയത് നോക്കാണ് നിങ്ങള്. ആ മനുഷ്യനെ മാന്യമായിട്ട് കൂട്ടിക്കൊണ്ടിരണ്ടല്ലേ അല്ലേ? നിങ്ങൾക്ക് തോന്നില്ല അതിന് മാന്യത വേണം, അതാണ് അതിന്റെ മാന്യത. അല്ല അജ്ജിട്ട് പോകുന്നോണ്ട് ഇത് കൂളിട്ടിട്ടുണ്ട് എന്നല്ല പറയേണ്ടത്. അതൊക്കെ മാന്യമായിട്ട് കൊണ്ടുവരാൻ പോകണം. എന്നിട്ടെന്താവും സ്വീകരിച്ചു കൊണ്ടുവരണം അന്ന് കേട്ടോ. അതെ തന്നെ. അപ്പൊ എല്ലാരും കൂടി ഗേറ്റിന്റെ അടുക്ക് സ്വീകരിക്കാൻ ചെന്നു. പള്ളിന്റെ പുറത്തേക്ക് വന്നില്ല, പള്ളിന്റെ ഉള്ളിൽ കയറാൻ പിന്നെ അവസരം കിട്ടിയത്. പള്ളിന്റെ ഉള്ളിൽ കയറിയാൽ സ്വീകരിച്ചു എന്നല്ല പറയണത് കേട്ടോ. അത്താദഖൽതുൽ മസ്ജിദ്, അങ്ങനെ ഞാൻ പള്ളിക്കാണ് കടന്നു. സുബ്ഹാനല്ലാഹ്, പള്ളി കടന്നു നോക്കുമ്പോഴോ ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുകയാണ്. ജാലിസുൻ ഹൗലഹുൻ നാസു, ചുറ്റുഭാഗത്തും ജനങ്ങളുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തേടിപ്പോയവർക്ക് ഇങ്ങനെ എന്താവുണ്ട്, തേടി വന്ന് കൂട്ടാൻ വന്നവർ കൂട്ടിക്കൊണ്ടിരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്ത് ഇന്നാട് കണ്ടപ്പോ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് നീച്ചിരുന്നു ആ ഇരിക്കണ കൂട്ടത്തിന്. ഓരോ ടേണിംഗ് പോയിന്റുകൾ പറയണം. എന്താ ചോദിച്ചാല് മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പിടുത്തുണ്ടാവണം. നമ്മളിപ്പോ ഗൾഫിൽ ചെന്ന് വെക്കുക, എല്ലാ റൂമും സ്ഥലവും സൗകര്യവും ഒന്നും നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല. അങ്ങനെ പ്രയാസപ്പെട്ട് ബാഗ് പോലും വെക്കാനൊരു സ്ഥലമില്ല. ഒന്ന് ഈ ബാഗും തൂക്കിക്കാണ്ട് പോകട്ടെ. അപ്പൊ ഒരാൾ പറഞ്ഞു കിടക്കാൻ സ്ഥലം തരാല്ല, ബാഗ് ഇവിടെ വെച്ചോളി, ഇജ്ജ് ഇവിടെ വെച്ചോ, ഇജ്ജൊരു കാര്യം ചെയ്ത് എന്നിട്ട് സ്ഥലം കിട്ടിയിട്ട് ബാഗാണ് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു വെക്ക. ഓനെ നമ്മൾ മറക്കൂല. എന്താ കാരണം? ഇതിങ്ങനെ ഈ തോളിലിട്ട് നടന്ന് മടുത്തുക്കണേ. അങ്ങനെയല്ലേ? ഒരിടം കിട്ടിയിട്ട് വേണ്ടത് കൊടുക്കാനും വെക്കാനും. അപ്പൊ മറക്കൂല. അല്ലെങ്കിൽ ഓൻ തരണേ ഇജൊരു എന്റെ റൂമൊക്കെ പോരാ, എന്റെ റൂമിൽ കട്ടിലും സ്ഥലമൊന്നും ഇല്ല, നമുക്ക് രണ്ടാക്കും താഴത്തോടെ കിടക്കാം എന്ന് പറഞ്ഞു വെക്കാം. അല്ലെങ്കിൽ ഓനെ കട്ടിലും കിടത്തി താഴത്തി കിടത്തി മറക്കൂല നമ്മള്. അപ്പോ ഈ എല്ലാവരും ഇങ്ങനെ ഇരിക്കണോടത്ത് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പെട്ടെന്നൊരു നീച്ചുന്നു എന്ത് ചെയ്തു? യുഹർവിലു കണ്ടോ, ഇങ്ങോട്ട് ഉളരി വന്നു. എന്നെങ്ങണ്ട് കൈ ഇങ്ങോട്ട് പിടിച്ച് കുലുക്കിയിട്ട് ഒന്നുകൊണ്ട് സന്തോഷം വേഗം പറഞ്ഞു, എന്നെ കാത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. വല്ലാഹി അല്ലാഹുവാണ് സത്യം, മുഹാജിറുകളിൽ നിന്നുള്ള ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അല്ലാത്ത ആരും എന്നെ കണ്ടപ്പോ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കഅബ് മാലിക് റളിയല്ലാഹു അൻഹു മോൻ പറയാ, ബാപ്പ പിന്നെ അത് മറന്നിട്ടില്ലേന്ന്. അത് അപ്പക്കാന കഅബുൻ ലാ യൻസാഹാ ലി ത്വൽഹ, ത്വൽഹയെ അന്ന് സ്വീകരിച്ച ആ ഒരു സംഭവം മറന്നിട്ടില്ല. ചില ഇടപെട്ടാൽ അങ്ങനെ പറയേ. അങ്ങനെ ചില കുടുങ്ങിയ സമയത്ത് സ്വകാര്യമായി നമുക്ക് വന്നിട്ട് ഒരാൾ കടം തന്നു എന്ന് വെക്കുക, കടം തന്നാ മതി. നമ്മൾ കുടുങ്ങിക്കണ്, പറ്റ കുടുങ്ങിനെ എല്ലാവരും കൈ കഴിഞ്ഞ ഒരു സമയമാണ്. ഓൻ സ്വകാര്യമായിട്ട് കൊടുന്നു ഓൻ നമ്മൾ ഒരു കാലത്തും മറക്കൂല. പിന്നെ നമ്മൾ കോടീശ്വരനായാലും ഓൻ വരുമ്പോ നമ്മൾ നീച്ചിക്കും. ഓനൊരു പ്രത്യേക സ്ഥാനം ഉണ്ടാവും അവിടെ. അതിന്റെ കാരണം ആ ഒരു കുടുങ്ങിയ സമയത്ത് രക്ഷ. അപ്പൊ ആരും മുഹാജിറുകൾ ആരും എഴുന്നേറ്റ് സ്വീകരിക്കാത്തൊരു ഘട്ടത്തിലാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് സ്വീകരിച്ച മറന്നിട്ടുണ്ടായിരുന്നില്ല. ചുരുക്കി പറയാം, സംഭവം പറയാം. കഅബ് റളിയല്ലാഹു അൻഹു പറയാം, ഫലസ്മാ സല്ലംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാം ചൊല്ലി. വഹുവ യബ്റുഖു വജ്ഹുഹു മിനസ് സുറൂർ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട് സന്തോഷം കൊണ്ട്. അള്ളാഹു ഇവരുടെ തൗബ സ്വീകരിച്ചല്ലോ, അതിലുള്ള സന്തോഷാണ്. നേരത്തെ വെടിഞ്ഞതോന്ന് സന്തോഷമില്ലാത്തോണ്ടൊന്നുമല്ല, സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റാത്തോണ്ടാണ്. ോ അത് ഒരു വിലക്ക് വന്നു. അബ്ശിർ ബിഖൈരി യൗമിൻ മറ അലൈക മുദു വലദതുക ഉമ്മുക, കഅബേ നിങ്ങളെ ഉമ്മ പ്രസവിച്ച ദിവസം മുതൽക്ക് ഇന്ന് വരെയുള്ള ദിവസത്തിലെ ഏറ്റവും ഉത്തമമായ ദിവസം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അപ്പോ കഅബ് റളിയല്ലാഹു അൻഹു, ഇത് നിങ്ങളെ വകയാണോ
അതോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണോ? അതാണ് അറിയേണ്ടത്. ചോദ്യം മനസ്സിലായില്ല. ഇപ്പൊ ഈ അളവ് വന്നു എന്ന് പറഞ്ഞല്ലോ 50 ദിവസം കഴിഞ്ഞപ്പോ, അത് നിങ്ങളെ സ്വന്തം ഭാഗമായിട്ട് തന്നതാണോ അള്ളാഹുവിന്റെ ഭാഗത്ത് തന്നതാണോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചു. ഒക്കുൽത്തു, ഞാൻ ചോദിച്ചു, അമ്മിൻ എന്തിക്കാ യാ റസൂലല്ലാഹ്, ഇത് നിങ്ങളെ ഭാഗത്ത് നിന്നുള്ളതാണോ ഈ അളവ്? അമ്മിൻ എന്തില്ല, അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണോന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു എന്നാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നെ പറയാം അല്ലേ.